ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞു തുണികൾ ഞാൻ ഓരോന്നായിട്ട് കഴുകിയിടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കഴുകിയിട്ടാൽ തീരുമല്ലോ, ഒരുപാട് തുണിയുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഞാനിതിലാണ് അരിഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ബീട്രൂട്ട് മാത്രമല്ല, എല്ലാ പച്ചക്കറികളും നമുക്കിതിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ബീട്രൂട്ട് സവാളയും കൂടെ ചേർത്ത് തോരന് റെഡിയാക്കാമെന്ന് കരുതി. അവിയൽ അവിടെ ഇരുന്ന് വേവിയിരുന്നു. അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്തിട്ട് അത് ഒന്ന് വാട്ടിയെടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടെ എടുത്ത് വാട്ടിയെടുത്താൽ അതവിടെ നിന്ന് വെന്തോളും. പിന്നെ അതിനുള്ള അരപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വഴുതനങ്ങയും കത്തിരിക്കയും വെണ്ടയ്ക്കയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും ചേർത്ത് ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാമെന്ന് കരുതി. അതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചക്ക കിട്ടിയത്. അത് പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കുകയായിരുന്നു. പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കുക്കറിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻകറി തയ്യാറാക്കണം. ഞാൻ പൊടികളെല്ലാം ഇട്ട് അതിനെ പച്ചമണം മാറിയിട്ടാണ് ഞാൻ തേങ്ങയും ഉള്ളിയും പുളിയും കൂടെ അരച്ച് വെച്ചിരിക്കും. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മീനും പറക്കിയിട്ട് മീൻ കറിയും റെഡിയായി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പാട വിഴുക്ക് തയ്യാറാക്കാമെന്ന് കരുതി. അതിന് കുറച്ച് ചക്കയുടെ പാടയും ചക്കക്കുരുവും മുളകും ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ച് ചക്കക്കുരുവും സവാളയും മുളകും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുരുമുളകും ഇട്ട് പിന്നെ വെന്ത് വന്നപ്പോൾ കുറച്ച് ആ പാടയും കൂടെ ഇട്ട് ഇത്തിരി കൂടെ വേവിച്ച്. പാടയ്ക്ക് അധികം വേവില്ല. ഒന്ന് വെന്ത് വന്നാൽ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇടയിൽ ചക്കയും മീൻകറിയും അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളും കഴുകി അവിടേക്കൊന്ന് വൃത്തിയാക്കി ഇട്ടു.